ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഇതൊരു ഓർമ്മപ്പെടുത്തൽ വീഡിയോ ആണ്. കാരണം കേരളത്തിലെ +2 പഠിച്ചിറങ്ങിയ ഈ വർഷം അടുത്ത നല്ലൊരു കോഴ്സിന് വേണ്ടി നോക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിഷൻസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് അല്ലാതെ തന്നെ സീറ്റുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉൾപ്പെടെ പ്രീ ബുക്ക് ചെയ്യാം. രണ്ടാമത്തേത്, പ്രധാനപ്പെട്ട മെറിറ്റ് സീറ്റുകൾക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ യൂണിവേഴ്സിറ്റികളും നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും കേരള, കാലിക്കറ്റ്, MG, അതുപോലെ തന്നെ കണ്ണൂർ, അവരുടെ വിൻഡോസ് എല്ലാം ഓപ്പൺ ആണ്. ഏകദേശം MGയുടെ നേരത്തെ തന്നെ ക്ലോസ് ആകും. അല്ലാതെയുള്ള ബാക്കിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ജൂൺ 2nd വീക്ക് ഒരു 14-15 ഡേറ്റോടെ എന്തായാലും നിങ്ങൾക്കുണ്ട്. ഇനി കീം എടുക്കുകയാണെങ്കിൽ +2ന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട LBSന്റെയും ആപ്ലിക്കേഷൻ CPAS തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ LBS ഇനിയും വൈകുന്നുണ്ട്. പക്ഷേ CPAS എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, MGയുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലിരുന്ന സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് SMEയുടെ മറ്റൊരു ഫോമാണ്, സൊസൈറ്റി എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ വരുന്ന 9ഓളം നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള പലവിധ കോഴ്സുകളും അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നിലവിൽ CPAS വഴി ഓപ്പൺ ആയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതുവഴി അഡ്മിഷൻ നോക്കുന്നവർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാനുള്ള സമയമാണ്. ഏകദേശം നമ്മൾ LBSനെ പറഞ്ഞ അതേ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ +2 കഴിഞ്ഞ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ ജാലകങ്ങളും ഏറെക്കുറെ ഓപ്പൺ ആയിട്ടുണ്ട്, എക്സ്ക്ലൂഡിങ് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBBS പോലുള്ള പ്രൊഫഷണൽ ഡിഗ്രീസ്. സോ തീർച്ചയായിട്ടും പരമാവധി വ്യക്തികളിലേക്ക് എത്തിക്കുക. ഈ ഒരു സമയം നിങ്ങൾ മിസ്സാക്കരുത്. ഡേറ്റ് കഴിഞ്ഞ് പോയിട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് ചിന്തിക്കരുത്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. ഇതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഹെൽപ്പോട് കൂടി അക്ഷയ സെന്ററുകൾ വഴിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളും കോളേജുകളും ഓപ്ഷൻ ആക്കി ഓരോ അതാത് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ അല്ലെങ്കിൽ അതാത് സൈറ്റുകളുടെ കീഴിൽ നിങ്ങൾ കൃത്യസമയത്തിനകത്ത് സമർപ്പിക്കുക, അപേക്ഷിക്കുക, അലോട്ട്മെന്റ് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ വേണ്ടി കാണാൻ തൽക്കാലം നിർത്തുന്നു.